ഏതെങ്കിലും തരത്തിൽ സിനിമാ മേഖലയിൽ ചൂഷണം നേരിടുന്നുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയായി തന്നെ നമുക്കിതിനെ കാണേണ്ടതുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മറ്റു പല ആംഗിളുകളിലും അല്ലെങ്കിൽ വിവിധ കോണുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുന്നുണ്ട്, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കമ്മിറ്റിയിലേക്ക് നയിച്ചത് ഈ വനിതകളുടെ കൂട്ടായ്മയാണ് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. സ്വാഭാവികമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയതിനു ശേഷം അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് WCCയുടെ തുടർന്നുള്ള നീക്കങ്ങൾ എന്തായിരിക്കും, WCC ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക, അവർ ഇനി മുമ്പോട്ട് വെക്കുന്ന ചുവടുകൾ എങ്ങനെയായിരിക്കുമെന്നത്. അവിടെ കൃത്യമായി നിർണായകമായ ഒരു ഒന്ന് തന്നെയായി മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി WCC അംഗങ്ങൾ നടത്തിയിരിക്കുന്ന ഈ കൂടിക്കാഴ്ച. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രി കയറിപ്പോകുന്ന പ്രധാന കവാടത്തിൽ, അതായത് നോർത്ത് ബ്ലോക്കിൻ്റെ പ്രധാന കവാടത്തിലല്ല, അത് തൊട്ട് പിന്നിലെ കവാടത്തിലാണ്. ഇതുവഴിയായിരിക്കും WCC അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക എന്നാണ് സൂചന. ഇനി അവർ ഇവിടുന്ന് പോയൊന്നും അറിയത്തില്ല. അക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. കാരണം വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച. അതിനുശേഷം അവർ രഹസ്യമായി തന്നെ മടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും അവർ ഈ പുറകുവശത്തെ, അതായത് നോർത്ത് ബ്ലോക്കിൻ്റെ പുറകുവശത്തെ ലിഫ്റ്റിലൂടെ ആയിരിക്കാം താഴേക്ക് വരിക എന്നൊരു സംശയത്തിലാണ് മാധ്യമപ്രവർത്തകർ മുഴുവൻ ഇവിടെ കൂടി നിൽക്കുന്നത്. ഏതായാലും കൂടിക്കാഴ്ച നിർണായകമായി മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും വേണ്ട. അവിടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ അവർ തയ്യാറാകുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ഇതുവരെ മറ്റ് പ്രതികരണങ്ങളുമായി അല്ലെങ്കിൽ പരസ്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അവരാരും തന്നെ, WCC അംഗങ്ങൾ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ അവർ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു കൂടിയാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായി മാധ്യമങ്ങളുടെ ചോദ്യത്തോട് മുഖം തിരിച്ച് നടക്കാൻ അവർക്കാവില്ല. അങ്ങനെയാണ് സാഹചര്യം. സ്വാഭാവികമായി അവർ ഈ ആശങ്കകൾ മുമ്പോട്ട് വെച്ച എല്ലാ സാഹചര്യങ്ങളും അവർക്കൊപ്പം നിൽക്കുകയും ആ കാര്യങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് മാധ്യമങ്ങളാണ്. അങ്ങനെ സ്വാഭാവികമായ ഒരു നിലപാടെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ച നിർണായകമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും അല്പസമയത്തിനകം അവർ ഇവിടേക്ക് എത്തുമെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ നിർണായകമായ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ക്യാബിനറ്റ് മീറ്റിംഗ് അവസാനിക്കാൻ വൈകിയതുവരെ ഈ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നുകൊണ്ടാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഏറെ വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലം. ഹൈക്കോടതി തന്നെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈപ്പറ്റിയതിനു ശേഷം എന്ന നിർണായകമായ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് വലിയ തരത്തിൽ സർക്കാരിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് WCC അംഗങ്ങൾ കൂടി മുഖ്യമന്ത്രിയുമായി ഇന്ന് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി എന്ത് തരത്തിലുള്ള ഉറപ്പാണ് WCC അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ആ കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്രതികരണം ഒന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം, അല്ലെങ്കിൽ WCC അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. സ്വാഭാവികമായി മുഖ്യമന്ത്രി ഇന്നോ അടുത്ത ദിവസങ്ങളോ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനാവില്ല. ഈ സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ആ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഖം തരികയോ പ്രതികരിക്കുകയോ ചെയ്യാത്തൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് വൈകാതെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. അതിനിടയിൽ WCC അംഗങ്ങൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടർ നീക്കങ്ങൾ എന്താകും, ഏത് തരത്തിലുള്ള ഒരു ഉറപ്പാണ് മുഖ്യമന്ത്രി അവർക്ക് നൽകിയിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവർ നമ്മളിപ്പോൾ നിൽക്കുന്ന വഴിയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ സ്വാഭാവികമായി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും ഡാൻ സൂചിപ്പിക്കുന്ന പോലെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ WCCയുടെ നിലപാടും ഒരു പരിധിവരെയെങ്കിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ ആശ്വാസമാകുന്ന സാഹചര്യവുമുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും WCC അംഗങ്ങൾ തയ്യാറായിട്ടില്ല. അവർ പരസ്യമായ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. പുറത്തു നടക്കുന്ന ചർച്ചകൾക്കപ്പുറത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ അടിസ്ഥാനമായത് തന്നെ WCC പോലെയുള്ള സംഘടനയാണ്. വനിതകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആധികാരികമായ സംഘടന എന്ന നിലയിൽ തന്നെ
അവർ പ്രതികരിച്ചില്ലല്ലോ, അവർ വിമർശനം ഉന്നയിച്ചില്ലല്ലോ എന്നതൊക്കെ ഒരു പരിധിവരെയെങ്കിലും സർക്കാരിന് കച്ചിത്തുരുമ്പായി മാറുന്ന ഒന്നുകൂടിയല്ലേ ഡാൻ? സ്വാഭാവികമായി അത്തരത്തിലൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇങ്ങനെയൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതും അതിന്മേൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനുള്ള തീരുമാനം ഉടനെ ഉണ്ടാകുകയായിരുന്നില്ല. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ഘട്ടങ്ങളെല്ലാം ആ നടപടികളെ സ്വാഗതം ചെയ്യുകയായിരുന്നു WCC അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട നിലപാട്. അവർ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും അല്ലാതെയുമൊക്കെ നടത്തിയ പ്രതികരണങ്ങളിൽ ആ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. സ്വാഭാവികമായി ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ അത് സർക്കാരിന് ഏറെ ആശ്വാസകരമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇങ്ങനെ ഒരു സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന തരത്തിലേക്ക്, അത് പൊതുസമൂഹത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് WCCയുടെ കടന്നുവരവോടെയാണ്, അവരുടെ ഒരു ആവിർഭാവത്തോടെയാണ്. സ്വാഭാവികമായി അന്നേ ദിവസം, അതായത് WCC രൂപീകൃതമായതിനു ശേഷം സിനിമാ മേഖലയിൽ താരങ്ങൾക്ക് ഇടയിൽ, പ്രത്യേകിച്ച് വനിതകൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ, ഷൂട്ടിംഗ് സെറ്റുകളിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടവർ വിഷയങ്ങൾ ധരിപ്പിച്ചതാണ്. അന്നത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ അറിയാം. അതിന് പിന്നാലെയാണ് ഇങ്ങനെ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നൊരു സംഘടനയ്ക്ക് തന്നെ രൂപം കൊടുക്കുന്നത്. അത് പിന്നീട് ഏത് തരത്തിലാണ് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ സ്വാധീനങ്ങൾ, അതിന് മുൻപന്തിയിൽ നിന്നവർ പിന്നീട് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന തരത്തിലേക്കുണ്ടായ ഒറ്റപ്പെടലുകൾ, അതൊക്കെ വലിയ തരത്തിൽ ചർച്ചയായി മാറിയതുമാണ്. അതിനിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷങ്ങൾക്ക് ശേഷം പുറത്തുവരുന്നത്. സ്വാഭാവികമായി എന്ത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ എന്നത് കേരളം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യവുമായിരുന്നു. അതിനിടയിലാണ് WCC അംഗങ്ങൾ നിർണായകമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. അവർ നേരിട്ട് ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങളെന്ന് വ്യക്തമാക്കുക. ഒരുപക്ഷെ അവർ വൈകാതെ തന്നെ പുറത്തേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ മീറ്റിംഗിന് ശേഷം സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ അവർ പുറത്തു വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. മുഖ്യമന്ത്രി ഏത് തരത്തിലുള്ള ഒരു ഉറപ്പാണ് അവർക്ക് ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ പ്രതികരണങ്ങളോട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഡാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം WCCയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന്. അവർ പുറത്തേക്ക് വരുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്.